ഹായ്, ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് മാസ്റ്റേഴ്സിന് ജർമ്മനിയിൽ അഡ്മിഷൻ കിട്ടിയ കാർത്തിക്കാണ്. കാർത്തിക്കിനെ നമുക്ക് ഇതിലേക്ക് വെൽക്കം ചെയ്യാം. ഹായ് കാർത്തിക്. ഹായ്. ജർമ്മനിയിൽ ഇപ്പോൾ മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടിയല്ലോ, അപ്പോൾ അത് വലിയൊരു ഡ്രീമായിരുന്നു കാർത്തികിൻ്റെ. അപ്പോൾ എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? അത് എൻ്റെ ബാച്ചിലേഴ്സ് ഇവിടെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എബ്രോഡ് പോയി മാസ്റ്റേഴ്സ് എടുക്കണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. അപ്പം ഈ ജർമ്മനിയിൽ തന്നെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ട്യൂഷൻ ഫീസ് ഇല്ലാതെ ഇപ്പം അഡ്മിഷൻ കിട്ടി. അപ്പം ഞാൻ നല്ല ഹാപ്പിയാണ്. സ്കൈഹോക്കിലേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് മുതലുള്ളൊരു ജേണി എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? ഞാൻ ആദ്യം ഇവിടെ പ്രോസസ്സിങ്ങിൻ്റെ ആവശ്യത്തിന് വന്നപ്പം എബ്രോഡ് പോകുമ്പം IELTS അല്ലെങ്കിൽ ടോഫൽ എന്തായാലും വേണം. അപ്പം ഞാൻ ടോഫലാണ് പഠിച്ചത്. അപ്പം അതെനിക്ക് സ്കൈഹോക്കിൽ തന്നെയായിരുന്നു അതിൻ്റെ ട്രെയിനിങ് കിട്ടിയിരുന്നത്. അപ്പോൾ ടോഫൽ എഴുതി അത് കിട്ടി. പിന്നെ ഞാൻ അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റി കെമിനിറ്റ്സ് ആണ്. അപ്പോൾ അവിടെ A1 റിക്വയർമെൻ്റ് ആണ്, ജർമ്മൻ A1 ഭാഷ വേണം. അപ്പം അതിൻ്റെ ട്രെയിനിങ്ങും എനിക്ക് സ്കൈഹോക്കിൽ നിന്നായിരുന്നു കിട്ടിയത്. അതിൻ്റെ ഇൻ്റർനാഷണൽ എക്സാം എഴുതി അത് പാസ്സായി. അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അവിടുത്തെ ഓഫർ ലെറ്റർ വന്ന് കാര്യങ്ങളെല്ലാം നടന്നത്. അതെ, അപ്പോൾ ടോഫലും ജർമ്മൻ ലാംഗ്വേജും നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സായി അല്ലേ? അതെ അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്കിപ്പോൾ ഓഫർ ലെറ്റർ വന്നു. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് നമ്മുടെ വിസ ഡോക്യുമെന്റേഷൻ അതെല്ലാം സ്കൈഹോക്കാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ടിക്കറ്റ് എടുത്തതും ഇവിടുന്ന് എടുത്ത് അപ്പോൾ എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു കൺട്രി, പുതിയൊരു കൾച്ചർ, അപ്പോൾ എല്ലാം ആയിട്ട് സെറ്റ് ആവാനുള്ള ആ ഒരു തയ്യാറെടുപ്പായിട്ടുണ്ടോ? ഓ, കുഴപ്പമില്ല. ഞാൻ ബാച്ചലർ എടുക്കാൻ നേരത്തും ഞാൻ വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ എനിക്കത് വലിയൊരു ഹോം സിക്നെസ് അത്രയ്ക്ക് വരാൻ ചാൻസ് ഇല്ല. പിന്നെ എന്തായാലും വേറൊരു രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ കൾച്ചറും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അവസരമല്ലേ. അപ്പോൾ അത് കുഴപ്പമില്ല, അത് ഓക്കെയാണ്. പുറത്ത് പോയി പഠിക്കണമെന്നൊരു ആഗ്രഹം എപ്പോഴാണ് തോന്നി തുടങ്ങിയത്? ഞാൻ ബാച്ചിലർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എനിക്കിങ്ങനെ പുറത്ത് പോയി പഠിക്കണമെന്ന്, ഹയർ സ്റ്റഡീസ് പുറത്ത് പോയി ചെയ്യണമെന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. അപ്പം പഠിച്ചു കഴിഞ്ഞ് അത്യാവശ്യം ബാച്ചിലേഴ്സിന് അത്യാവശ്യം മാർക്കൊക്കെ കിട്ടിയപ്പം ഇതിനൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, പോയി പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ പോയാൽ അങ്ങനെ എൻ്റെ മുൻപോട്ട് പോകാമെന്ന് വിചാരിച്ചത്. സ്കൈഹോക്കിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ഞാൻ ഇങ്ങനെ അറിഞ്ഞത്. പിന്നെ ഇവിടുത്തെ ശരൺ ചേട്ടൻ എൻ്റെ ചേച്ചിയുടെ ഒരു ഫ്രണ്ടും കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഇതിനെപ്പറ്റി അറിയുന്നത്. അപ്പോൾ സർവീസസ് ഒക്കെ എങ്ങനെയായിരുന്നു മൊത്തത്തിൽ പറയാനാണെങ്കിൽ? ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം എനിക്ക് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും കൂടുതലായിട്ട് ചിന്തിക്കുക അറിയേണ്ടതെന്ന് വന്നില്ല. എൻ്റെ ഫ്രണ്ട് കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്തത്. പിന്നെ ചേട്ടനും ഭയങ്കര നല്ല റെസ്പോണ്ട് ആയിരുന്നു വിളിക്കുമ്പോഴും എല്ലാം. അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ കാർത്തിക് ജർമ്മൻ ലാംഗ്വേജും ടോഫലും പഠിച്ചത് സ്കൈഹോക്കിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സസ് ഒക്കെ? ക്ലാസ് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. എനിക്ക് ടോഫൽ എടുത്തത് ഞാൻ ഒരു മാസം എനിക്ക് ടോഫൽ ക്ലാസ് എടുക്കേണ്ടി വന്നുള്ളായിരുന്നു. അപ്പം ആ സമയത്ത് തന്നെ എക്സാം എങ്ങനെയാണ് അതിൻ്റെ പാറ്റേണും പിന്നെ അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് അതൊക്കെ കിട്ടിയത് കൊണ്ട് ടോഫൽ പാടായിട്ട് തോന്നിയില്ലായിരുന്നു. പിന്നെ ജർമ്മൻ്റെ A1 അതുപോലെ തന്നെ അതും ഒരു മാസം എടുത്തോളൂ പഠിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഇവിടുന്ന് ഉള്ള ട്യൂട്ടേഴ്സിൻ്റെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണെങ്കിലും അവർ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അപ്പം പരീക്ഷ എക്സാം ഒന്നും പാടായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. കാർത്തികിന് നമ്മുടെ ആപ്ലിക്കേഷൻ ടീമിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അത് എനിക്കിപ്പം എൻ്റെ ബാച്ചലർ കഴിഞ്ഞിട്ടിപ്പം ഒരു 6 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പ്രതീക്ഷിച്ചത് ഈ ഇൻടേക്കല്ല അടുത്ത ഇൻടേക്കിൽ കയറി പോകാനായിരിക്കും ചാൻസ് കൂടുതലെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എൻ്റെ APS ആണെങ്കിലും ബാക്കി സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടിയത്. അപ്പം ഇവിടുന്ന് സ്കൈഹോക്കിൽ നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് അത് അത്രയും പെട്ടെന്ന് കിട്ടിയത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ കൊടുത്തത്. പിന്നെ ഞാൻ ഏകദേശം ഒരു ജൂലൈ മാസം പകുതിയോടെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റിയത്. അപ്പം ആ സമയത്ത് ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരുന്ന കെമിനിറ്റ്സിലൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പം അവിടെ ഞാൻ ഇപ്പം മൈക്രോ ആൻഡ് നാനോ സിസ്റ്റം എന്ന് പറയുന്ന കോഴ്സിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇവിടെ നിന്നുള്ള ഒരു ഇടപെടൽ കാരണം എനിക്ക് ഈ ഇന്ത്യക്ക് തന്നെ കയറി പോകാനായിട്ട് പറ്റിയത്. കാർത്തികിന് ജർമ്മനിയിൽ ചെന്നിട്ടുള്ള എയർപോർട്ട് പിക്കപ്പ് ആയാലും അക്കോമഡേഷനും എല്ലാം സ്കൈഹോക്ക് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉടനെ തന്നെ ഫ്ലൈ ചെയ്യുന്ന കാർത്തികിന് ഓൾ ദി ബെസ്റ്റ്.